പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എ.കെ. ഷാനിബ്. വി.ഡി. സതീശനെയും ഷാഫി പറമ്പിലിനെയും രൂക്ഷമായി വിമർശിച്ചാണ് എ.കെ. ഷാനിബ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പാലക്കാട് യു.ഡി.എഫിന്റെ പ്രചാരണം ശക്തമായി മുന്നേറുമ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലെ ഭിന്നത സകല സീമകളും വിട്ട് പ്രകടമാവുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ.കെ. ഷാനിബ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക നൽകും. ബി.ജെ.പിക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാനിവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റന്നാൾ തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ തയ്യാറായിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിലുടനീളം പ്രതിപക്ഷ നേതാവിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഷാനിബ് ആഞ്ഞടിച്ചു. അധികാരത്തിന്റെ ഭ്രമം മൂത്ത് ഓരോരുത്തരെയായി ചവിട്ടി മെതിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരുമായും കൂട്ടിച്ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാണ്. എന്നാൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് ദുർബലനാണ് എന്ന് കേരളത്തിൽ ആരെങ്കിലും പറയൂ? പക്ഷെ അങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഗോഷ്ഠി കാണിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക? എന്തോ അബദ്ധം പറയും ഇപ്പൊ പറയും എന്ന തരത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ തുടങ്ങിയ വിമത ഭീഷണി വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും. സംഘടനാ പ്രവർത്തനത്തിൽ നാളിതുവരെ സജീവമായിരുന്ന ഷാനിബ് മത്സര രംഗത്തേക്ക് എത്തുന്നത് യു.ഡി.എഫിന് ചെറുതല്ലാത്ത വെല്ലുവിളിയാണ്. ടീം 24 പാലക്കാട്.